ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാൻ എന്ന സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് എല്ലാം തന്നെ നേരത്തെ തന്നെ വിറ്റഴിക്കപ്പെട്ടതോടെ അതോടൊപ്പം തന്നെ വിദേശത്തെ എല്ലാ മേഖലകളിലേക്കുമുള്ള തിയേറ്റർ വിതരണത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം എല്ലാം തന്നെ ആശീർവാദ സിനിമാസിന്റെ ഭാഗത്ത് നിന്ന് വന്നതോടെ ഇനി എല്ലാവരും ഉറ്റുനോക്കിയത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള സിനിമയുടെ വിതരണ കമ്പനികൾ ആരൊക്കെയായിരിക്കുമെന്നായിരുന്നല്ലോ. ഇന്നിപ്പോഴത്തെ അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം 1 by 1 ആയിട്ട് വന്നു തുടങ്ങിയിരിക്കുകയാണ്. എമ്പുരാന്റെ നോർത്ത് ഇന്ത്യൻ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് AA ഫിലിംസ് ആണ്. സമീപകാലത്ത് പുഷ്പ 2 അതോടൊപ്പം തന്നെ ലലേട്ടിന്റെയും പൃഥ്വിരാജിന്റെയും ടൊവിനോയുടെയും അവസാനത്തെ പാൻ ഇന്ത്യൻ സിനിമകളെല്ലാം തന്നെ നോർത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നത് ഈ പറഞ്ഞ AA ഫിലിംസ് ആണ്. നിർഭാഗ്യവശാൽ നേരത്തെ വന്ന സിനിമകളൊന്നും തന്നെ കാര്യമായ ചലനം നോർത്ത് മേഖലയിൽ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ എമ്പുരാൻ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലെ മലയാളം പോസ്റ്ററുകളെക്കാൾ വ്യത്യസ്തമായിട്ട് എമ്പുരാന്റെ മറ്റു ഭാഷാ പോസ്റ്ററുകളിൽ ടൈറ്റിൽ കാർഡിന് വ്യത്യാസമുണ്ട്. മലയാളത്തിൽ L2 എമ്പുരാൻ എന്ന് മാത്രമാണ് ടൈറ്റിൽ കാർഡെങ്കിൽ അന്യഭാഷകളിലേക്ക് L2 എമ്പുരാൻ ലൂസിഫർ 2 എന്നുകൂടി പേരിട്ടിരിക്കുകയാണ്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എന്ന് അന്യഭാഷാ സിനിമാ പ്രേമികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഭാഷാ വിതരണ കമ്പനികളുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരും. ഹിന്ദി മേഖലയിലേക്കുള്ളതുപോലെ തന്നെ മറ്റ് ഭാഷാ വിതരണ കമ്പനികളുമായിട്ടുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കർണാടകയിലെ ഹോംബാല ഫിലിംസ് ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ മറ്റ് ഭാഷകളിലേക്ക് ആരൊക്കെ ആയിരിക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സിന് മാർച്ച് 27 മറ്റൊരു ശ്രമം ഉള്ളത് കൊണ്ട് അവർ തെലുഗു ഭാഷ എടുക്കുമോ എന്നത് സംശയമാണ്. കാത്തിരിക്കുക അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾക്ക്. എമ്പുരാൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് വലിയൊരു ട്വിസ്റ്റ് ആണല്ലോ ഗോകുലം മൂവീസ് സിനിമയിലേക്ക് വന്നതോടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഗോകുലം ഗോപാലന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഇത് ആദ്യമായിട്ടല്ല മറ്റു സിനിമകളെ സഹായിക്കാനായിട്ട് രംഗത്തിറങ്ങുന്നത്. നേരത്തെ കത്തനാർ എന്ന സിനിമ ആദ്യം ഫ്രൈഡേ ഫിലിം ഹൗസ് ചെയ്യാനായിട്ടിരുന്ന സിനിമയാണ്. പിന്നീട് വമ്പൻ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ടും ജയസൂര്യ നായകനെത്തുന്ന സിനിമ ആയതുകൊണ്ടും അവർ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു. പകരം ഗോകുലം മൂവീസ് സിനിമയിലേക്ക് എത്തുകയായിരുന്നു. സിനിമ 2 ഭാഗങ്ങളിലായിട്ട് റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. കത്തനാർ പോലെ തന്നെ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും ഗോകുലം മൂവീസ് വാങ്ങിയ സിനിമയാണല്ലോ ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിയുടെ 250ാമത്തെ സിനിമയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ആദ്യം നിർമ്മിക്കേണ്ടിരുന്നത് ടോമിച്ചൻ മുളകുപാടമായിരുന്നു. എന്നാൽ അവർ സാമ്പത്തിക പ്രതിസന്ധിയിലായതുകൊണ്ട് ഗോകുലം മൂവീസ് അവരിൽ നിന്നും സിനിമ ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ അതേപോലെ എമ്പുരാൻ എന്ന സിനിമയും അവസാന നിമിഷം സഹായിക്കാനായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗോകുലം മൂവീസ്. വലിയ സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല സഹായവുമായിട്ട് ഗോകുലം മൂവീസ് എത്താറുള്ളത്. ചെറിയ സിനിമകളുടെ പല സിനിമകളുടെ വിതരണ കമ്പനികളുടെ പേരിൽ ഗോകുലം മൂവീസിന്റെ പേര് നാം പലതവണ കേട്ടിട്ടുള്ളതാണ്. അവയിൽ പല സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ഐഡന്റിറ്റി എല്ലാം തന്നെ പരാജയപ്പെട്ട സിനിമകളിൽ ഒന്നാണെങ്കിൽ പോലും മനിമൽ ബോയ്സ് പോലെ തന്നെ ഇൻഡസ്ട്രിയിട്ട് വിജയം നേടിയെടുത്ത സിനിമയും അവരുടെ ലിസ്റ്റിലുണ്ട് എന്ന് പ്രത്യേകം പറയട്ടെ. എന്തായാലും എമ്പുരാനെ കുറിച്ചുള്ള ഭാവി വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.